ഇന്നലത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിൽ ഇത്രയും സംഭവ ബഹുലമായിട്ടുള്ള ദിവസമായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ബയർ ലെവർക്യൂസൻ ചിലപ്പോൾ ടൈറ്റിൽ അടിച്ചേക്കാം, പക്ഷേ പ്രീമിയർ ലീഗിലെ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ലിവർപൂളും ആർസണലും ഒരേ ദിവസം അവരുടെ ഹോമിൽ മത്സരം തോറ്റ് സിറ്റിക്ക് ആ ഒരു കപ്പ് ഇന്നാ മോനെ പിടിച്ചോ എന്നുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പം നമ്മൾ ബയർ ലെവർക്യൂസൻ്റെ കാര്യത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബയർ ലെവർക്യൂസൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ബുണ്ടസ്ലീഗയിൽ ഇവർക്ക് ഇതുവരെ ട്രോഫീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ ട്രോള് ചെയ്തുകൊണ്ടിരുന്നത് ബയർ ലെവർക്യൂസൻ എന്ന് പറയുന്ന ആ ഒരു പേരിലാണ്. അപ്പോൾ അങ്ങനത്തെ ടീം വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ട്രോളുകളൊക്കെ നെഞ്ചും പിരിച്ച് ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ടീം അങ്ങനെ 4-5 മത്സരങ്ങൾ ബാക്കിയുള്ളപ്പോഴത്തേനും ഒറ്റ മത്സരം പോലും തോക്കാതാണ് ബയൺ മ്യൂണിച്ചിൻ്റെ ആ ഒരു ഡോമിനേഷന് അറുതി വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഏറ്റവും അവസാനം ബയൺ മ്യൂണിച്ച് അല്ലാതൊരു ടീം ബുണ്ടസ്ലീഗ ജയിക്കുന്നത് 2011-12 സീസണിൽ എർഗൻ ക്ലോപ്പിൻ്റെ ഡോട്ട്മുണ്ട് ടീമാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 10-11 വർഷമായിട്ട് ബയൺ മ്യൂണിച്ചിൻ്റെ ഹെവി ഡോമിനേഷനാണ് ഈ ഒരു ബുണ്ടസ്ലീഗ ശരിക്കും പറഞ്ഞാൽ ബയൺ മ്യൂണിച്ച് ഒരു കണ്ടൻ ലീഗായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് സീസണിൽ ഡോട്ട്മുണ്ടിന് ജയിക്കാൻ നല്ല ഒരു അവസരം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസം അതും കൊണ്ട് അവർ ബോട്ടിൽ ചെയ്തു. അപ്പോൾ ഈ സീസണിൻ്റെ തുടക്കത്തിലും ഈ ബയർ ലെവർക്യൂസൻ ഇതുപോലെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും ബയർ ലെവർക്യൂസന് ഒരു ചാൻസ് ഒന്നും കൊടുത്തില്ല. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവരെത്ര വരെ ചാടും നമുക്ക് നോക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവർ ബോട്ടിൽ ചെയ്യും, ബയൺ മ്യൂണിച്ച് തിരിച്ച് വന്ന് കപ്പടിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെതിരായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒഴുക്കിനെതിരെ നീന്തി ചാബി അലോൺസോടെ ഈ ഒരു ബയർ ലെവർക്യൂസൻ ടീം ഇപ്പം അവരുടെ ഏറ്റവും ആദ്യത്തെ ട്രോഫി, ഏറ്റവും ആദ്യത്തെ ബുണ്ടസ്ലീഗ അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. ഇപ്പം ചാബി അലോൺസോ 2022 ബയർ ലെവർക്യൂസനിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊരു റെലിഗേഷൻ ബാറ്റിലേഴ്സ് ആയിരുന്നു. എങ്ങനെയും കഷ്ടി ബാറ്റിൽ ചെയ്ത് എങ്ങനെയും ഈ ഒരു ലീഗിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീമാണ്. 17-18 ഒരു സ്ഥാനത്തൊക്കെ ഫിനിഷ് ചെയ്തുകൊണ്ടിരുന്ന ടീമായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു മെയിൻ മോട്ടീവ് ബുണ്ടസ്ലീഗയിൽ എങ്ങനെയും പിടിച്ച് നിൽക്കുക, യങ്ങർ പ്ലെയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് അത് അവരെ ബയൺ മ്യൂണിച്ചിനോ ഡോട്ട്മുണ്ടിനോ അല്ലെങ്കിൽ പുറത്ത് യൂറോപ്പിലെ വലിയ വലിയ ക്ലബ്ബുകൾക്കൊക്കെ കൊടുത്ത് കാശുണ്ടാക്കുക. ഇതായിരുന്നു ഇവരുടെ ഒരു പ്രൈമറി ഗെയിം. അല്ലാതൊരു ടൈറ്റിൽ വിന്നിംഗ് ഒന്നും ഇവരുടെ ഒരു അജണ്ടയിലായിരുന്നു. പക്ഷേ ചാബി അലോൺസോ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു നമ്മുടെ അംബീഷനും കാര്യങ്ങളിലും ഒക്കെ ഒരു ചേഞ്ച് വരുത്തണം, ഈ രീതിയിൽ പോയാൽ പോരാ എന്ന് ചാബി അലോൺസോ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ യങ്ങർ പ്ലെയേഴ്സിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിനെയും കൂടെ അവർ ഇഞ്ചക്റ്റ് ചെയ്ത് ഈ ഗ്രനേഡ് സാക്ക പോണക്കത്തെ പ്ലെയറിനെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഒരു ടീമിൽ കുറച്ചുകൂടി ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചാബിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പം ഭയങ്കര ഈസിയാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ബയർ ലെവർക്യൂസൻ്റെ കാര്യത്തിൽ വർക്ക് ചെയ്തു. ചാവിയുടെ ഓരോ ഡിസിഷൻസ് ആണെങ്കിലും പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് ആണ്. പ്ലെയേഴ്സ് ആണെങ്കിലും ഡിഫൻസിൽ നമ്മൾ നോക്കിയാൽ തപ്സോബ ആയാലും ജോനാഥൻ തായ ആണെങ്കിലും കൊസസുനു, അപ്പം ഇവരൊക്കെ അവരവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്ലെയറിനെ ഡിപ്പെൻഡൻ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ ബയർ ലെവർക്യൂസൻ. അപ്പം ഗ്രിമാൾഡോ സ്കോർ ചെയ്യുന്നു, ഫ്രിങ്ബോങ് സ്കോർ ചെയ്യുന്നു, അപ് ടോപ്പ് നമ്മൾ നോക്കിയാൽ ബോണിഫാസെ സ്കോർ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ബോണിഫാസയ്ക്ക് ഇപ്പം എന്തെങ്കിലും ആഫ്കോൺ കപ്പിൽ പോകുമ്പോഴത്തേനും വേറൊരു പ്ലെയറിനെ കൊണ്ടുവരുന്നു, ബോർജ ഇഗ്ലേഷ്യസ് ഒക്കെ വരുന്നു, സ്പെയിനിൽ നിന്ന് പുള്ളി വരുന്നു, ഇവിടെ കംഫർട്ടബിളായിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ടീമുമായിട്ട് ജെല്ലായിട്ട് പുള്ളിയും സ്കോർ ചെയ്യുന്നു, ഫ്ലോറിയാൻ വിറ്റ്സ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മാച്ച് നമ്മൾ നോക്കിയാൽ ബയർ ലെവർക്യൂസിൻ്റെ ആ ഒരു ടൈറ്റിൽ ഡിസൈഡിങ് മാച്ച് വേർഡർ ബ്രമനെതിരെയുള്ള ആ ഒരു മാച്ചിൽ 5 ഗോളാണ് ഇവർ സ്കോർ ചെയ്യുന്നത്. 5-0 ബയർ ലെവർക്യൂസൻ ജയിക്കുന്നത്. അപ്പോൾ അതിലും അവരുടെ സ്കോറേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്ലോറിയാൻ വിറ്റ്സ് പുള്ളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഹാട്രിക്ക് പുള്ളി അടിക്കുന്നു, 3 ഗോളുകൾ പുള്ളി സ്കോർ ചെയ്യുന്നു, ഗ്രനേഡ് സാക്ക സ്കോർ ചെയ്യുന്നു, ബോണിഫാസെ സ്കോർ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇവരുടെ ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കിയാൽ വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഒരു പ്ലെയറിനെ ഡിപ്പെൻഡൻ്റ് അല്ല. ഈവൻ നമ്മൾ നോക്കിയാൽ ആ ഒരു ഫുൾ ബാക്ക് ഹിൻഗാപ്പിയുടെ ആ ഒരു പെർഫോമൻസ് വരെ വളരെ ക്രൂഷ്യലാണ് ശരിക്കും പറഞ്ഞാൽ ബയർ ലെവർക്യൂസൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബയർ ലെവർക്യൂസൻ്റെ മുന്നിലുള്ള അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രിബിൾ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രിബിൾ ഫിനിഷിങ്ങിന് ഓൾറെഡി ബുണ്ടസ്ലീഗ അവർ ജയിച്ചു കഴിഞ്ഞു. യൂറോപ്പ ലീഗിൽ സ്റ്റിൽ ആ ഒരു ക്വാർട്ടറിൽ അവർ ഓൾറെഡി സെമിയിലേക്ക് ഒരു കാല് വെച്ച ഒരു സ്ഥിതിയിലാണ്. വെസ്റ്റ് ഹാമിനെതിരെ അവർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെയും അവരുണ്ട്. പിന്നെ ജർമ്മൻ കപ്പിൽ അവർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 3 കപ്പുകൾ ജയിച്ച് ഈ ഒരു സീസണിൽ ട്രബിള് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ചാബി അലോൺസോടെ ഈ ഒരു ബയർ ലെവർക്യൂസനുണ്ട്. പക്ഷേ ഈ ഒരു ടീം അടുത്ത സീസണിൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ബയൺ മ്യൂണിച്ച് കണക്കത്തെ ടീമൊക്കെ അടുത്ത സീസണിൽ അവർ മരിച്ച് കളിക്കും, അല്ലെങ്കിൽ ഈ ഒരു അവരുടെ ഡോമിനേഷൻ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കും. അതിനുള്ള മണി പവറും കാര്യങ്ങളും എല്ലാം അവർക്കുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു മനുഷ്യൻ ഹാരി കെയ്ൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇവിടെ ഈ ഒരു കണ്ടന്റ് ലീഗിൽ വന്നാലെങ്കിലും പുള്ളിക്ക് ഒരു കപ്പ് അടിക്കാം എന്ന് വിചാരിച്ച് ഇവിടെ വന്നതാണ്. പുള്ളി വന്നേ പിന്നെ ഇതേവരെ ബയൺ മ്യൂണിച്ചിന് ഒരു കപ്പ് അടിക്കാൻ പറ്റിയിട്ടില്ല.
ഓരോരോ അവസ്ഥയെ. അപ്പോൾ നമ്മൾ ഈ ഒരു ബയർ ലെവർക്യൂസൻ്റെ കാര്യത്തിൽ ഇനി നമ്മൾ നേരെ പ്രീമിയർ ലീഗിലോട്ട് വരാം. പ്രീമിയർ ലീഗിൽ ഇന്നലെ 2 ടീമുകൾ അവരുടെ ടൈറ്റിൽ ബോട്ടിൽ ചെയ്ത ദിവസമായിരുന്നു. ലിവർപൂൾ ആണെങ്കിലും ആർസണലാണെങ്കിലും. ലിവർപൂളിൻ്റെ മാച്ച് നിങ്ങൾ നോക്കിയോ, ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ഈവൻ കോണ്ടസ്റ്റ്. ക്രിസ്റ്റൽ പാലസ് പോണക്കത്തെ ഒരു ടീമിനെതിരെ ആൻഫീൽഡിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ഈവൻലി കമ്പീറ്റ് ചെയ്ത ഒരു ഹാഫാണ് ഫസ്റ്റ് ഹാഫ്. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗോൾ, ക്രിസ്റ്റൽ പാലസ് സ്കോർ ചെയ്ത ഗോൾ നിങ്ങൾ നോക്കിയോ. ക്രിസ്റ്റൽ പാലസ് സ്കോർ ചെയ്ത ഗോൾ ചുമ്മാ ഒരു ഫ്ലൂക്ക് ഗോളോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു ചുമ്മാ ഒരു കൗണ്ടറിൽ ലോങ് ബോൾ കളിച്ച് വന്ന ഒരു ഗോളൊന്നുമല്ല. അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത ആ ഒരു ഫൈനൽ തേർഡിൽ ആ ഒരു ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഓവർലോഡ് നടത്തിയിട്ട് ഗോളിൻ്റെ മുന്നിലുള്ള സ്പേസ് അതിനെ യൂട്ടിലൈസ് ചെയ്ത് അവിടെ സ്പേസ് ക്രിയേറ്റ് ആയിട്ട് അവിടെ എസ് എ വന്ന് നിന്ന് വളരെ കൂളായിട്ട് ആ ഒരു ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്ന് എസ് എ ഫൈൻഡ് ചെയ്യുന്നു, എസ് എ വളരെ കൂളായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അവർ 1-0 മുന്നിലെത്തി. 3-4 മിനിറ്റിനുള്ളിൽ അവർക്ക് 2-0 മുന്നിലെത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റീവൻ ജെറാർഡിൻ്റെ ആ ഒരു ഫോൾ, അതിനെ ഓർമ്മിക്കുന്ന രീതിയിൽ വാൻഡേക്കും ഇന്നലെ ഉരുണ്ട് വീണു. അപ്പോൾ അത് ക്യാപിറ്റലൈസ് മട്ടേറ്റ ബോളുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ആൻഡി റോബർട്ട്സൺ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ലിവർപൂളിന് വേണ്ടി കളിച്ച വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് ആൻഡി റോബർട്ട്സൺ. അത് അറ്റാക്കിലും അതുപോലെ തന്നെ ഡിഫൻസിലും ഒരേപോലെ. ആൻഡി റോബർട്ട്സൺ ആ ഒരു ഫോള് കണ്ടപ്പം പുള്ളിയുടെ ഒരു റണ്ണുണ്ട്, ആ ഒരു ഡയഗണൽ റണ്ണ് പുള്ളി മേക്ക് ചെയ്യുന്നുണ്ട്. ഡയഗണൽ റണ്ണ് മേക്ക് ചെയ്ത് നേരെ ബോക്സിൽ വന്നിട്ട് മട്ടേറ്റ ഓൾറെഡി ഗോൾ സ്കോർ ചെയ്തു ഞാനൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ആ ഒരു ചെറിയ ഒരു മാർജിൻ ഫോർ എറർ എന്ന് പറയുന്നത് വളരെ 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 ചെറുതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ ഒരു ഗോൾ പോയിട്ട് ആ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂളിനെ സേവ് ചെയ്തതാണ് ആൻഡി റോബർട്ട്സൺ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ എന്ന് പറയുന്ന ടീം അവർ നല്ല രീതിയിൽ ആ ഒരു ആൻഫീൽഡ് അറ്റ്മോസ്ഫിയറിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കളിച്ചു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ സോബോസ്ലോയി ആ ഒരു മിഡ്ഫീൽഡിലേക്ക് എൻഡോയ്ക്ക് പകരം സോബോസ്ലോയി മിഡ്ഫീൽഡിലോട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു കൺട്രോൾ ലിവർപൂളിന് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ കൺട്രോൾ വരുന്നു. ലിവർപൂൾ ഗെയിമൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നു, ബെറ്റർ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാർവിൻ നൂനസിന് നല്ലൊരു ചാൻസ് അത് ഹെൻഡേഴ്സൺ സേവ് ചെയ്തു. ഡാർവിൻ നൂണസിൻ്റെയും അതുപോലെ തന്നെ ലൂയിസ് ഡിയാസിൻ്റെ ചാൻസ്. പിന്നെ നമ്മൾ നോക്കിയാൽ കേർട്ടസ് ജോൺസിൻ്റെ ചാൻസ്. കേർട്ടസ് ജോൺസിന് 1v1 ഗോൾ കീപ്പറുമായിട്ട് ചാൻസ് കിട്ടിയാണ്. പുട്ടുപോലെ ഞാനത് ഗോളായി എന്ന് വിചാരിച്ച ഒരു മൊമെൻ്റാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ചാൻസ് ഒരു മിനിമം 3 ഗോളെങ്കിലും ലിവർപൂൾ സ്കോർ ചെയ്യേണ്ടതാണ് ഇന്നലത്തെ മാച്ചിൽ. അപ്പോൾ അത് എന്തുകൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊന്നും നമുക്കൊരു ചോദ്യമാണ്, അതിനകത്തൊന്നും ഒരു ഉത്തരവില്ല. അപ്പം അങ്ങനത്തെ ക്രൂഷ്യൽ സിറ്റുവേഷൻ 32ാമത്തെ വീക്കിൽ ലിവർപൂൾ ഫംബിൾ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ലിവർപൂളിൻ്റെ കാര്യത്തിൽ ലിവർപൂളിൻ്റെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ലിവർപൂളിൻ്റെ ഒരു മൊമെൻറ്റത്തിലെ ഒരു ഷിഫ്റ്റ് വരാനുള്ള മെയിൻ കാരണക്കാരെന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ മെൻഷൻ ചെയ്യുന്നത് തന്നെ ശരിയല്ല എന്ന് എനിക്കറിയാം. പാഴുകളാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ നമ്മുടെ ടീമാണ് അവിടുത്തെ ഒരു മൊമെൻറ്റം ഷിഫ്റ്റ്, ആ ഒരു ലിവർപൂളിന് ആ ഒരു മൊമെൻറ്റം ഷിഫ്റ്റ് കൊണ്ടുവന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു FA കപ്പ് മാച്ച് 4-3 നമ്മൾ ആ ഒരു ഓൾഡ് ട്രാഫോർഡിൽ 4-0 യുണൈറ്റഡ് ജയിച്ച ആ ഒരു മാച്ച്, അതാണ് ശരിക്കും ലിവർപൂളിൻ്റെ ആ ഒരു മൊമെൻറ്റം ഷിഫ്റ്റിംഗ് ഗെയിം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ ഓൾഡ് ട്രാഫോർഡിലെ ആ ഒരു 2-2 സമനില മത്സരം. പിന്നെ അറ്റ്ലാന്റയ്ക്കെതിരെ അവർ ആൻഫീൽഡിൽ തോക്കുന്നു. പിന്നെ തൊട്ടടുത്ത മാച്ച് ക്രിസ്റ്റൽ പാലസ് പോണത്തെ ടീമിനെതിരെ തോറ്റു. എനിക്ക് ഇവിടുന്ന് ഒരു കംബാക്ക് അത് ലിവർപൂളിന് നടത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മിറക്കിൾ തന്നെ സംഭവിക്കണം. അപ്പോൾ ഇനി ആർസണലിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആർസണൽ ശരിക്കും ലിവർപൂൾ ആ ഒരു ആദ്യത്തെ മാച്ച് തോറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ എല്ലാ പ്രതീക്ഷയും ആർസണലിനെ മടക്കായിരുന്നു. ആർസണൽ എങ്ങനെയും ഈ ഒരു മാൻ സിറ്റിക്ക് ആ ഒരു ടൈറ്റിൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ആർസണൽ അവസാനം വരെ കാണും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആർസണലും അവരുടെ ഹോമിൽ അവരുടെ മത്സരം തോറ്റു. അതും ആസ്റ്റൺ വില്ല പോണക്ക് അത്രയ്ക്ക് അവരുടെ ആ ഒരു ഫോം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത ആ ഒരു സമയത്താണ്, ശരിക്കും കറക്റ്റ് സമയത്താണ് ആസ്റ്റൺ വില്ലയായിട്ട് ഇവർ കളിക്കുന്നത്. പക്ഷേ ആസ്റ്റൺ വില്ലയായിട്ട് ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ വളരെ കാഷ്വലായിരുന്നു ഈ ഒരു ആർസണൽ. ഫസ്റ്റ് ഹാഫിൽ അവർക്ക് ബെറ്റർ ചാൻസസ് ഉണ്ടായിരുന്നു. അവരുടെ XG നോക്കിയാലും ചാൻസസ് ക്രിയേറ്റഡ് ആണെങ്കിലും ഒത്തിരി ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തു. എസ്പെഷ്യലി മിഡ്ഫീൽഡിൽ നിന്ന് ഓഡേഗാർഡ് ഒത്തിരി ഇൻ ബിഹൈൻഡ് റൺസൊക്കെ മേക്ക് ചെയ്യാൻ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ഫോർവേഡ്സിന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതൊന്നും അവരുടെ ഫോർവേഡ്സിന് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. ഹേസൂസ് ആണെങ്കിലും കായ് ഹാവേർട്സ് ഒക്കെ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഒരു ഹാർഡ് വർക്കിംഗ് ആണ് പുള്ളി. ആസ് എ പ്ലെയർ പുള്ളി ബോൾ വിന്നിങ്ങും പുള്ളിയുടെ ഗ്രൗണ്ട് ഡുവൽസ് ഏരിയൽ ഡുവൽസ് ഒക്കെ വിൻ ചെയ്യാനും ഹോൾഡപ്പിലും ഒക്കെ പുള്ളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എഫക്റ്റീവാണ്. പക്ഷേ ഗോളുകൾ
സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ അത്രയും എഫക്റ്റീവ് അല്ല. ഒരിക്കലും ഒരു ടൈറ്റിൽ ചാലഞ്ചിങ് ടീമിന് പറ്റിയ ഒരു സ്ട്രൈക്കറാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് അങ്ങനത്തെ ഒരു ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കർ ആകാൻ പറ്റും എന്ന് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. കൈ ഹാവേർട്സിൻ്റെ കാര്യത്തിൽ ആർസണലിന് ഏറ്റവും ആദ്യം വേണ്ടത് അവർക്കൊരു പ്രോപ്പർ ഒരു ഗോൾ സ്കോറിംഗ് സ്ട്രൈക്കറാണ്. അപ്പോൾ അങ്ങനെ ആർസണൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഡോമിനേറ്റ് ചെയ്തു, ചാൻസസ് ക്രിയേറ്റ് ചെയ്തു, ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേനും അവർ ആസ്റ്റൺ വില്ലയാണ് പൊസഷൻ ഡോമിനേറ്റ് ചെയ്യുന്നത്, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത്, എല്ലാ കാര്യത്തിലും ആർസണലിനെ അവരുടെ ഹോമിൽ പോയിട്ട് ആസ്റ്റൺ വില്ല ഡോമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ടാണ് അവർ ആ ഒരു കൗണ്ടറിൽ ലാസ്റ്റ് 84-87 മിനിറ്റിൽ ഓൾമോസ്റ്റ് മാച്ച് അവസാനിക്കാറായപ്പോഴത്തേനും അവർ ഗോൾ സ്കോർ ചെയ്ത് 2-0 അവർ ജയിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ് ഈവനിങ് അണ്ണൻ ആർസണലിൽ കിടന്ന് നല്ല രീതിയിൽ അങ്ങ് അവരുടെ ഗ്രൗണ്ടിൽ കിടന്ന് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. കാരണം പുള്ളിയോട് ചവിട്ടി പുറത്താക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രഡ്ജ് എന്താണെങ്കിലും പുള്ളിയുടെ മനസ്സിൽ കാണും. പുള്ളി നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. എന്നിട്ട് അതുപോലെ തന്നെ ആർസണലിനെ ആ ഒരു ടൈറ്റിൽ കണ്ടൻഷനിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക എന്നൊക്കെ പറയുന്നത് പുള്ളിയെ സംബന്ധിച്ചൊരു ഡ്രീം സെനാരിയോ ആണ്. അപ്പോൾ പുള്ളിയും ആസ്റ്റൺ വില്ല ഫാൻസും ഒക്കെ നല്ല രീതിയിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിച്ചാണ് ഒരു ടീമെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഇവരെ മാൻ സിറ്റിയെ ചലഞ്ച് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ ആഗ്രഹിച്ചു പോയത്. കാരണം പ്രീമിയർ ലീഗ് നമ്മളെപ്പോഴും പറയുന്നത് പ്രീമിയർ ലീഗ് ഭയങ്കര സ്ട്രോങ്ങറാണ്, ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും വർഷങ്ങളായിട്ട് ഇപ്പോൾ സിറ്റി ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലീഗിനെ കണ്ടന്റ് ലീഗാക്കി വെച്ചിരിക്കുകയാണ്. സിറ്റിയുടെ ഈ ഒരു ഡോമിനേഷനിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടണമെങ്കിൽ, ബാക്കി ടീമുകൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഗ്വാർഡിയോള ഈ ഒരു സ്ഥലത്തുനിന്ന് പോകണം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല പെപ് ഗ്വാർഡിയോള ഉള്ളിടത്തോളം കാലം സിറ്റി ടീമിനെ തോൽപ്പിക്കാൻ പറ്റും എന്ന് ഉള്ള പ്രതീക്ഷയൊക്കെ എല്ലാവരും മാറ്റി വെച്ചിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും മാത്തമാറ്റിക്കലി എന്താണെങ്കിലും തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. 4-5 മാച്ച് ഉള്ളൂ ഇനിയിപ്പം ബാക്കി പ്രീമിയർ ലീഗിൽ. ആ 4-5 മാച്ച് ഇനിയിപ്പോൾ സിറ്റി തോക്കും. ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റി, എനിക്ക് തോന്നുന്നു സിറ്റി ലാസ്റ്റ് ഡിസംബറിൽ എന്തോ ആണ് അവർ ലാസ്റ്റ് തോക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഇതുവരെ മാച്ച് തോറ്റിട്ടില്ല. ഒരു 3-4 മാസങ്ങളായിട്ട് അവർ മാച്ചസ് തോറ്റിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ടീം ഇനിയിപ്പോൾ 4-5 മാച്ചിൻ്റെ അല്ലെങ്കിൽ ടൈറ്റിൽ ഡിസൈഡിങ് ആയിട്ടുള്ള 4-5 മാച്ച് തോക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ മണ്ടന്മാരായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇടണം.